ഞാൻ ആരാണെന്ന് പോലും നിരഞ്ജൻ അറിയില്ല. തന്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം ഫൈസിയോട് പറയുന്ന അർച്ചന. ഞാൻ അതിന് അവസരം ഒരുക്കിയിരിക്കും. കുഞ്ഞിനെ കാണുന്നതോടെ അർച്ചനയുടെ മനസ്സ് മാറുമെന്ന് ഭയക്കുന്ന സ്നേഹ. അർച്ചന ചതിക്കില്ല, എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. എന്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ഞാൻ പറയട്ടെ. സുധി സിംഗപ്പൂരിൽ പോയ ശേഷം നിരഞ്ജനയുടെ സഹായത്തിനായി അർച്ചനയെ അയക്കാമെന്ന് സ്നേഹ. ജോലിക്ക് അർച്ചനയെ അയച്ചാലോ? ആ, അപ്പോ അർച്ചനയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമല്ലേ? സുധി പോയതിനു ശേഷം കുഞ്ഞിന്റെ അടുത്ത് അർച്ചനയെ ഞാൻ എത്തിക്കും. തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സന്തോഷത്തിൽ അർച്ചന. നമ്മൾ മാത്രമേ അറിയാവൂ, വീട്ടുകാർ പോലും അറിയരുത്. രാത്രി മഴ തുടരുന്നു. ബൈക്ക് നിർത്തി അവനെന്തെങ്കിലും പറയുന്നോ ഞാൻ കരുതിയെ. എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടിലങ്ങ് പോയി. കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൻ വാല് താഴ്ത്തിയതാ. അവനങ്ങനെ ഒതുങ്ങുന്ന കൂട്ടത്തിലൊന്നും അല്ല. കുറച്ച് നാളായി അവനെ കണ്ടിട്ട്. അച്ചുവേച്ചി വന്ന വിവരം അവനും അറിഞ്ഞു കാണും. നീ അതങ്ങ് മറന്നേക്ക്. ചേച്ചിക്ക് ഇതെന്ത് പറ്റി? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? പെട്ടെന്നുള്ള ഈ മാറ്റം തന്നെ. ഞാൻ കുളിക്കുന്നില്ല, നല്ല വേഷം ധരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞത് നീയല്ലേ? എന്നിട്ട് അതൊക്കെ ചെയ്തപ്പോ ചേച്ചിക്ക് എന്തു പറ്റിയെന്ന്? ഞങ്ങളുടെ ആ പഴയ അച്ചുവേച്ചിയെ കിട്ടാൻ ആഗ്രഹിച്ചതല്ലേ? ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ ചേച്ചിയെ തന്നെയാ. അച്ചുവേച്ചിക്ക് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാനോ ചിരിക്കാനോ കഴിയില്ല. ശരി, എന്നാ ഞാൻ ചെന്ന് വിഷമിച്ചിരിക്കട്ടെ. എന്താ അച്ചുവേച്ചിക്ക് പറ്റിയത്? എനിക്കിങ്ങനൊരു മാറ്റം വരാൻ കാരണം ആ കത്ത് തന്നെയാ. ആലോചിച്ച് നോക്കിയാൽ എന്റെ കുഞ്ഞിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ എനിക്ക് കഴിയുമോ? മൂത്ത ചേച്ചിക്ക് അച്ഛനില്ലാത്തൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാവുമോ? ചീത്ത കുട്ടികളായി ഈ നാട്ടുകാർ നിങ്ങളെയും കാണില്ലേ? അച്ചുവേച്ചി ഇങ്ങനെ ചിരിച്ചു കാണുമ്പോ എനിക്ക് പേടിയാ തോന്നുന്നത്. ഞാൻ മരിച്ചു കളയൂന്നല്ലേ പേടി? ദേ, എന്റെ മോളുടെ കൈ പിടിച്ച് അച്ചുവെച്ച് പറയാ, ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കില്ല. ഇപ്പൊ സമാധാനായല്ലോ? ഞാൻ ഒരുപാട് ആലോചിച്ചു മോളെ, എന്നിട്ടെടുത്ത തീരുമാനമാണ്. എന്റെ മോൻ രാജകുമാരനെ പോലെ വളരട്ടെ. അവനിപ്പോ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. ഏതൊരു വലിയ കുടുംബത്തിലെ കണ്ണിലുണ്ണിയായി അവൻ വളരട്ടെ. എന്നാലും മോനെ മറക്കാൻ അച്ചുവേച്ചിക്ക് കഴിയൂ? അങ്ങനെ എനിക്ക് അവനെ മറന്നുപോകാൻ പറ്റൂ? സങ്കടങ്ങളില്ലാത്ത ആരാ മോളെ ലോകത്തുള്ളത്? ആ സങ്കടങ്ങൾ നമ്മൾ മറക്കുന്നത് വേറെന്തേലുമൊക്കെ ചെയ്യുമ്പോഴല്ലേ. എനിക്കിനി വേണ്ടത് ഒരു ജോലിയാ. എന്ത് ജോലിയായാലും അത് സ്വീകരിക്കാനുള്ള മനസ്സെനിക്കുണ്ട്. എനിക്കെല്ലാം മറക്കാൻ അത് കൂടിയേ തീരൂ. ഈ നാട്ടില് എന്ത് ജോലി കിട്ടാനാ ചേച്ചി? പുറത്തെവിടെയെങ്കിലും അന്വേഷിക്കണം. പത്രത്തിലൊക്കെ പരസ്യം വരുന്നതല്ലേ. അപ്പോ അച്ചുവേച്ചി ഞങ്ങളെ വിട്ട് പോവോ? നിങ്ങളെ വിട്ട് എനിക്കൊരു ലോകമുണ്ടോ? എങ്കിലും ഒരു ജോലി വേണം മോളെ. ഇവിടെ കഴിഞ്ഞ വീണ്ടും വിഷമിച്ച് കഴിയാനേ എനിക്ക് പറ്റൂ. അത് സത്യോ? പിന്നെ നിനക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കണം. ഈ വർഷം നിന്നെ നല്ല ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർക്കണം. നിന്റെ പഠന ചെലവ് ഞാൻ ജോലി ചെയ്തുണ്ടാക്കും. എനിക്കൊന്നും വേണ്ട. ഞാൻ എഴുതിയ ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നോന്നറിയില്ല. നീ ജോലിക്ക് പോയിട്ട് വരുമ്പോ ഏതെങ്കിലും ഒരു തൊഴിൽ വാരിക വാങ്ങിച്ചോണ്ട് വരണം. വാങ്ങാം ചേച്ചി. അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നാൽ തന്നെ നമ്മുടെ വിലാസം മാറിയില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ കിട്ടും? നമ്മുടെ പുതിയ അഡ്രസ്സ് പഴയ പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചാൽ മതി. ചിറ്റപ്പനോടത് പറയാം. ലെറ്റർ വന്നാൽ അവരിങ്ങോട്ട് അയക്കും. ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാറില്ലേ മോളെ? എല്ലാം വാടിക്കരിഞ്ഞു.
മോളെ വന്ന് വല്ലതും കഴിക്കേ. അച്ചുവച്ചിക്ക് ഇത്ര പെട്ടെന്ന് കുഞ്ഞിനെ മറക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. ആ, നീ വിശ്വസിക്കണ്ട. അവളതിന് തയ്യാറായല്ലോ. എങ്കിലും ഇങ്ങനൊരു മാറ്റം ഉണ്ടോ അമ്മേ? കാര്യങ്ങൾ എന്താന്ന് അവള് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കുഞ്ഞിനു വേണ്ടി നമ്മൾ ഓടി നടന്നെങ്കിലും അതിനെ കൈ കിട്ടിയാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? കുഞ്ഞുമായിട്ട് അർച്ചനെ വേറെ എവിടേക്കെങ്കിലും പോകേണ്ടി വന്നേനെ. അവളെ എവിടെ കൊണ്ട് നിർത്താനാ? നമുക്ക് ഇവിടുന്ന് താമസം മാറാനേ കഴിയൂ. ആ, ഇതൊക്കെ എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കിട്ടരുതെന്ന് അമ്മ ആഗ്രഹിച്ചല്ലേ? മഹാബാബ പറയാതെ. കിട്ടിയിരുന്നെങ്കിൽ അതിന് ഞാൻ വേണ്ടെന്ന് വെക്കില്ലായിരുന്നു. കാര്യങ്ങൾ ഉൾക്കൊള്ളാനായപ്പോൾ അവൾക്ക് മാറ്റം വന്നു. നീയായിട്ട് ഇനി പഴയതൊന്നും അവളെ ഓർമ്മിപ്പിക്കരുത്. കളിച്ചും ചിരിച്ചും വേണം ഇനി അങ്ങോട്ട് അവളോട് ഇടപെടാൻ. നിന്നെ ഓർത്തേ എനിക്ക് പേടിയുള്ളൂ. നീ അതിന് തുനിഞ്ഞ അവൾ പിന്നെയും പഴയ നിലയിലാകും. കണ്ണീരും കരച്ചിലും ആകും പിന്നെ ഈ വീട്ടിൽ. അത് വേണോ? ഇപ്പം എല്ലാം പെയ്തു തോർന്ന പോലെയായി. നമ്മൾ ഈ നാട്ടിലേക്ക് വന്ന നിലയിൽ കാര്യങ്ങളെത്തി. ആ, നീ വാ, വന്ന് വല്ലതും കഴിക്കേ. വാ. ഹലോ, എങ്ങനെയുണ്ട് റോസ്ലി ബംഗ്ലാവിലെ താമസം? ഒരു സെർവന്റിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഉടനെ ഏർപ്പാടാക്കി തരില്ലേ? ആരെയെങ്കിലും പറഞ്ഞുവിടാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? ഞാനിപ്പോ വിളിച്ചത് അമ്മാളുവിന്റെ വിവരം അറിയാനാ. അവളെ നീ കാണാറുണ്ടോ? തങ്കമ്മയുടെ വീട്ടിൽ അവൾ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പെട്ടെന്ന് വിദേശത്തേക്ക് പോയെന്നാ ഞാൻ അവളോട് പറഞ്ഞത്. അവളത് വിശ്വസിച്ചിട്ടുണ്ട്. വർമ്മ സാറിന്റെ ഭാഗത്തു നിന്നും പിന്നെ വല്ല അന്വേഷണം ഉണ്ടായോ? അവളെ നാട്ടിലേക്ക് അയച്ചെന്ന് ഫൈസി വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അയാൾക്കിനി അവളൊരു തലവേദനയേ അല്ല. വീട്ടുപണിക്ക് അവളെ വിടരുതെന്നാ ഞങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാവാതെ ഏതെങ്കിലും പ്രൈവറ്റ് ഫേമിൽ ജോലി കിട്ടാനും പ്രയാസാ. ഞാനിപ്പോ ആലോചിക്കുന്ന അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോന്നാ. അതിനവൾ ആരോഗ്യം വീണ്ടെടുക്കണ്ടേ? ശരി, നോക്കാം. ഏതായാലും ഒരാഴ്ച അവൾ തങ്കമ്മയുടെ കൂടെ നിൽക്കട്ടെ. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മാളുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമാണോ താൻ പറഞ്ഞത്? ഞാനിപ്പോ ആലോചിക്കുന്നത് മറ്റൊന്നാ സുധി. അവൾ എല്ലാ അർത്ഥത്തിലും ഒരമ്മയാ. കുഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു കുഞ്ഞുണ്ട്. പക്ഷെ മുലപ്പാല് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അമ്മാളുവിന് അത് കഴിയും. നിരഞ്ജന എന്താ പറഞ്ഞു വരുന്നത്? സുധിക്ക് ഇനിയും അത് മനസ്സിലായില്ലേ? അമ്മാളു വന്നാ എന്റെ കുഞ്ഞിനെ കിട്ടേണ്ട ആ കുറവും പരിഹരിക്കാം. അവൻ ശാഠ്യം പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയില്ലേ? ഈ പ്രായത്തിൽ കുഞ്ഞു വളരേണ്ടത് മുലപ്പാല് കുടിച്ചു തന്നെയാ. മനസ്സിലുള്ളത് എന്താണെന്ന് നിരഞ്ജന സ്നേഹിയോട് തുറന്ന് സംസാരിക്കേ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഇതേ ശബരി ദൂരം ഒന്നില്ലേ? ഇപ്പൊ അവന്റെ വരവും പോക്കും തോന്നുമ്പോഴാ. എന്തെങ്കിലും ചോദിച്ചു പോയാ അപ്പ കടിച്ചു കയറാൻ വരും. ഇവനിത് എന്ത് ഭാവിച്ച? ആ, ദേ എത്തിയിട്ടുണ്ട്. നീ എന്താണ് വൈകിയത്? വീട്ടിൽ വരുന്നതിന് പ്രത്യേക സമയം വല്ലതും ഉണ്ടോ? ഇത് ഓഫീസൊന്നും അല്ലല്ലോ. എടാ നീ നേരത്തെ വന്ന് കിടന്നാലും എനിക്ക് ഉറക്കമൊന്നും വരാൻ പോകുന്നില്ല. ലൈറ്റ് അണച്ച് കിടക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന് മാത്രം നിനക്ക് എന്താടാ സംഭവിച്ചത്? നമ്മൾ അതേപ്പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സുധി ഉടനെ പോകുന്ന കേൾക്കുന്നത്. അവൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. ജയന്തി വിശ്വട്ടിനും പോയിരുന്നു. അവര് പോയ വിവരം എന്നോട് രാവിലെ പറഞ്ഞത്. അവരങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അതിന്റെ പിന്നാലെ നമ്മൾ ഓടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതേ പറയുന്ന എനിക്കറിയാം. സ്കൂൾ അടച്ചു കഴിഞ്ഞു.
ഇനി നിനക്ക് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങണം. അതല്ലേ വിഷയം? ഇതെന്തൊരു സംസാരമാ? നിരഞ്ജന 7 മാസം ഗർഭിണിയാ. അവളെ കാണാനാ പോണോന്ന് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ജയന്തി പോകുന്നുണ്ടെങ്കിൽ നീ അവളുടെ ഒപ്പം പോയിക്കോ. എന്നാ നീ എന്റെ കൂടെ വാ, നമുക്ക് നാളെ പോകാം. സുധിക്ക് എന്തേലും നീരസം ഉണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും. ഞാൻ സുധിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാനോ? എനിക്കതിന് കഴിയില്ല. ചെരുപ്പഴിച്ച് അവൻ എന്റെ മുഖത്തടിക്കും. നിനക്ക് മാത്രം എന്താണ് ഇത്ര കുറ്റബോധം? അളിയനും എനിക്കതില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവാനാ? മനസ്സൊന്നൊരു സാധനം വേണ്ടേ? മനസ്സ് കല്ലാക്കി വച്ചിരിക്കുന്നവർക്ക് എന്ത് കുറ്റബോധം? കുറെ ദിവസമായാലും ഇതും പറഞ്ഞു നടക്കുന്നു. ഞങ്ങളെന്തോ മഹാപാതകം ചെയ്ത പോലെ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതവന്റെ നന്മ കരുതിയ. അതിൽ ഞങ്ങൾക്ക് പഴച്ചിട്ടില്ല. അവനും അവന്റെ ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുക. ഒരു കല്യാണം മുടങ്ങിയെന്ന് കരുതി അമ്മയ്ക്കും മോനും പശ്ചാത്താപം, മോനും മാനസാന്തരവും. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. അതിന് നിങ്ങൾ ആരെയും ഞാൻ കൂട്ടുപിടിക്കില്ല. നീ എന്താടാ കഴിച്ചിട്ടുണ്ടോ? അച്ഛൻ കഴിക്കില്ലേ? തർക്കുത്തരം പറയുന്നു നീ. ഞാൻ നന്നായി കഴിച്ചിട്ടുണ്ട്. 4 ബിയർ. അപ്പൊ നീ അതും തുടങ്ങിയല്ലേ? ഇനി എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ. ശബരി, നീ അങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആരാ ഈ ഞങ്ങള്? അതിൽ അമ്മ പെടില്ലെന്ന് എനിക്കറിയാം. ആന്റിയും അങ്കിളും അച്ഛനും ചേർന്നതാണല്ലോ ഈ ഞങ്ങള്. ശബരി, നീ കേറിപ്പോ. പറയുമ്പോ എല്ലാം പറയണം. പക്ഷേ അതൊന്നും കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരുടെ കാതിലേക്ക് കയറില്ല. ഒരു പെണ്ണ് മനസ്സ് പൊട്ടി എന്നോട് പറഞ്ഞത് കള്ളക്കഥയാണെന്ന്. ആരെ ബോധ്യപ്പെടുത്താനാ ഈ നാടകം? എനിക്ക് സുധിയുടെ മുന്നിലേക്ക് പോകാൻ കഴിയാത്തത് എന്റെ ഉള്ളിലെ കുറ്റബോധം കൊണ്ടാ. എന്താ അച്ഛൻ പോവാത്തത്? ഈ മുഖം കാണുന്നത് അവന് വെറുപ്പാ. അങ്കിളിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചത് അച്ഛന്റെ വക്രബുദ്ധിയാണെന്ന് അവന് നന്നായിട്ടറിയാം. ആളുകൾ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവനാ വക്കീൽ നടരാജനെന്ന്. മടിക്കും. അവന്റെ മുന്നിൽ പോകാൻ അച്ഛൻ മടിക്കും. കൂതന്ത്രങ്ങളുടെ ചാണക്യൻ. ചായ രേവതി ഒന്നില്ലേടി? ഇല്ലല്ലോ, വരേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ജോലിക്ക് പോകാതെ ഇരുന്നിട്ട് കാര്യമില്ല. ആ, തിങ്കളാഴ്ച വണ്ടി കയറണം. ആ വന്നല്ലോ. നീ എന്താ താമസിച്ചേ? ജീപ്പ് കിട്ടാഞ്ഞിട്ടാ. ചേച്ചി എവിടെ? അവളും അമ്പിളി മുറിയിലുണ്ട്. ചേച്ചി, എന്താ മോളെ? തൊഴിൽ വാരിക വാങ്ങാൻ ചേച്ചി പറഞ്ഞിരുന്നു. ആ ദാ ചേച്ചി, 3 ആഴ്ചത്തെ വാരിക ഉണ്ടായിരുന്നു. ഞാനതെല്ലാം വാങ്ങിച്ചു. നീ ഇതിൽ നോക്ക്. എന്താ മോളെ വിശേഷം? അച്ചുവേച്ചി എഴുതിയ ബാങ്ക് ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വരേണ്ട സമയമായി. ഓ, വർഷം 1 മുംബൈ വന്നിട്ടുണ്ടെങ്കിലോ? ഇനിയാണോ നോക്കുന്നത്? ഇനി സമയം കഴിഞ്ഞു കാണുമോ? അതേപ്പറ്റി എന്തെങ്കിലും വിവരം ഇല്ലാതിരിക്കില്ല. ഇനി എന്റെ കുട്ടിയുടെ ആകെയുള്ള പ്രതീക്ഷ ഇതാ. അച്ചുവേച്ചി, ദേ ഇതിലുണ്ട്. എവിടെ? ദേ. ഷോർട്ട് ലിസ്റ്റ് വന്നതായി വാർത്തയുണ്ട്. ചേച്ചിയുടെ നമ്പർ ഉണ്ടോ? PSCയിലെ പോലെ ഷോർട്ട് ലിസ്റ്റിൽ നമ്പറൊന്നും വരില്ല മോളെ. ഇനി എന്താ മോളെ വേണ്ട? അടുത്തത് ഇന്റർവ്യൂ. അത് കഴിഞ്ഞേ റാങ്ക് ലിസ്റ്റ് വരൂ. ഇന്റർവ്യൂവിൽ അച്ചുവേച്ചി പാസ്സാവും. ഇന്റർവ്യൂ നമ്മളെങ്ങനെ അറിയാനാ? ഈ അമ്മയുടെ ഓരോ മണ്ട ചോദ്യങ്ങള്. അവർ ലെറ്റർ അയക്കും. ചിറ്റപ്പൻ നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നോ? അയ്യോ, അതിന് സമയം കിട്ടില്ല മോളെ. നാളെ ഞാൻ പോയിട്ട് വരാം. നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്താൽ മതി, അവര് റീഡയറക്ട് ചെയ്തോളും. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കടലാസിൽ നമ്മുടെ ഇവിടുത്തെ വിലാസം കുറിച്ചതാ. ആ ജോലി കിട്ടുമെന്ന് കരുതിയ ഇപ്പോഴും അവൾ പിടിച്ചു നിൽക്കുന്നു. ഇത്രയും പ്രതീക്ഷയുള്ള നിലയ്ക്ക് അവൾക്കത് കിട്ടും. ആ, എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും ശ്യാമളെ.
വലിയ ശമ്പളമുള്ള ജോലിയാ. അർച്ചനയുടെ വില നമ്മളൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു, എന്നിട്ടും മുഖത്തു നോക്കി അവള് ചിറ്റപ്പാന്ന് വിളിക്കുന്നില്ലേ? എന്റെ മക്കൾ അവളോട് കാണിച്ച സ്നേഹത്തിന്റെ വിലയാ. ഇനി അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നതും അവളിലൂടെയാ. ഏത് നിലയിലെത്തിയാലും അവൾ അനിയത്തിമാരെ മറക്കില്ല. അവള് ജീവിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയാ. ആ മോളെ, ഇത് ചിറ്റപ്പന്റെ കയ്യിൽ കൊടുക്ക്. അച്ഛനെ ഇപ്പൊ ചേച്ചിക്ക് വിശ്വാസമുണ്ടോ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചേ? എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാ. ചിറ്റപ്പനിത് പഴയ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കില്ല എന്നാണോ മോള് പറയുന്നത്? എന്തോ എനിക്കതിൽ സംശയമുണ്ട്. ചുരുട്ടി കളഞ്ഞിട്ട് അതവിടെ എത്തിച്ചെന്ന് പറഞ്ഞാ പോരെ? ചിറ്റപ്പൻ അങ്ങനെ ചെയ്യില്ല മോളെ. എനിക്കറിയാം ചിറ്റപ്പന് വന്ന മാറ്റം. ചിറ്റപ്പൻ എന്നോട് ചെയ്ത ഒരു പ്രവൃത്തിക്കും ഞാൻ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തില്ല. ഓരോരോ സാഹചര്യങ്ങളാ ചിറ്റപ്പനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. നീ ടെൻഷനാവാതെ മോളിത് കൊണ്ടുപോയി കൊടുക്ക്. അച്ചുവേച്ചി അച്ഛനോട് പറഞ്ഞ നിലയ്ക്ക് ഇനി ഇത് കൊണ്ട് കൊടുക്കാതിരിക്കാനാവില്ല. അച്ഛനത് വിഷമാവും. പിന്നെ കൊടുത്തിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യും. തെന്മലയിൽ പോകുമ്പോ നമ്മുടെ പഴയ അഡ്രസ്സിലേക്ക് ഞാനൊരു ലെറ്റർ അയക്കും. അച്ഛൻ ഇവിടത്തെ അഡ്രസ്സ് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തെങ്കിൽ റീഡയറക്റ്റ് ചെയ്ത ലെറ്റർ ഇവിടെ എത്തുമല്ലോ. നീ ഒരു ബുദ്ധിശാലി തന്നെയാണല്ലോ മോളെ. ഇങ്ങനെയുള്ള നീയാണോ അന്നൊരു ബുദ്ധിമോശം കാണിക്കാൻ പോയത്? അത് അച്ചുവേച്ചിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്ന് കേട്ടപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അച്ചുവേച്ചി ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി. എന്റെ അച്ചുവേച്ചി ഇല്ലാത്ത ലോകം എനിക്കും വേണ്ട. ഇനിയും ഞാനത് ചെയ്യൂ അച്ചുവേച്ചി. കുഞ്ഞില്ലാതെ അച്ചുവേച്ചിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എല്ലാവരുടെ മുമ്പിൽ ചിരിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും അച്ചുവേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഒരു ജോലി കിട്ടിയത് കൊണ്ടൊന്നും അച്ചുവേച്ചിയുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. മോളല്ലാതെ എന്നെ മനസ്സിലാക്കിയ ആരുമില്ല. നിന്നോട് പറയാൻ കഴിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല. എല്ലാം ഞാൻ നിന്നോട് പറയാം. പക്ഷേ ഇപ്പൊ അതിന് പറ്റിയ സന്ദർഭമല്ല. അച്ചുവേച്ചി. അതെ മോളെ, മനസ്സ് നിറഞ്ഞു തന്നെയാ ഇപ്പൊ അച്ചുവേച്ചി ചിരിക്കുന്നത്. രാത്രി ഞാൻ നിന്നോടെല്ലാം പറയാം. ഇപ്പൊ മോളിത് ചിറ്റപ്പന് കൊണ്ടുപോയി കൊടുക്ക. പെട്ടെന്ന് അവൻ ഉണർന്നോ? അറിയാവുന്ന അടവൊക്കെ ഞാൻ പയറ്റി നോക്കി. അവൻ ഉറങ്ങണ്ടേ? ഒന്ന് അടങ്ങണ്ട ചക്കരെ. ദേ അമ്മ ജോലി തീർത്തിട്ട് പെട്ടെന്ന് വരാം. താനാ കുപ്പിപ്പലം കിടക്ക്. കരയില്ലടാ. അച്ഛന്റെ കുഞ്ഞുവാ കരയണ്ട കേട്ടോ. തന്റെ ആന്റി വന്നാലും കുഞ്ഞിന്റെ കാര്യം നോക്കുന്നൊന്നും ചിന്തിക്കണ്ട. അവര് കിച്ചണിൽ പോലും കേറില്ല. ഒരാളെ അയക്കാൻ സ്നേഹ ഏറ്റതല്ലേ. ഒരാൾ വന്നാ ഞാൻ എപ്പോഴും എന്റെ മോന്റെ കൂടെ കാണില്ലേ. ഞാൻ പോകുന്നതിന് മുമ്പ് അവരൊന്ന് വന്നാ മതിയായിരുന്നു. കരയാതടാ. ഇതെന്തൊരു വാശി ഇവന്. സുധിയുടെ മോനല്ലേ. വാശിക്ക് കുറവ് വരുന്ന എങ്ങനാ? അച്ഛനടിച്ച തിരിച്ചടിക്കുന്ന മോനല്ലേ. ഞാനൊരു തമാശ പറഞ്ഞ തമാശ. വരവ് വെച്ചു. അയ്യോടാ, അച്ഛൻ മോനെ നോവിച്ചോ? ഓ വാ 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 വാ. ഓ വാവക്കരയണ്ട. ആരോ വന്നല്ലോ. സുധി നോക്കി. വണക്കം സാർ. ഫോണിൽ പറഞ്ഞതൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ. എല്ലാമേ ഗവനിച്ചിടാം സാർ. ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, വിവരങ്ങൾ അപ്പോ എന്നെ വിളിച്ച് പറയണം. சொல்லலாம். ആ പിന്നെ ബാഗ് ഇപ്പോൾ എടുക്കണ്ട.
ആ சரிங்க. വാ. ആ വന്നേ, ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. നിരഞ്ജന, ദേ അങ്കിളും ആന്റിയും വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ കാണാനല്ല അച്ഛന്റെ വരവെന്നൊക്കെ എനിക്കറിയാം. ഇങ്ങനൊന്നും പറയരുത് മോളെ. ഇനി എന്നും നമ്മോടൊപ്പം ഉണ്ടാവേണ്ട കുഞ്ഞല്ലേ ഇത്. ഇതിനെ കാണണ്ടെന്ന് വെക്കാനോ മുഖം തിരിക്കാനോ ഞങ്ങൾക്ക് കഴിയോ? സുധി എപ്പോഴാ പോകുന്നേ? ആ ദിവസം അടുത്തു അങ്കിൾ. 15-ന് ടിക്കറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അമ്മാവാ, ഇവിടെ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിട്ടാ സുധിയുടെ യാത്രയെ ഞാൻ കാണുന്നത്. അതങ്കിൾ 1.5 വർഷം ഈ വീട്ടിനുള്ളിൽ കഴിച്ചുകൂട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ. സുധി എൻ്റെ മോളോട് കാണിച്ച വലിയ ഔദാര്യമാ. ഒരു പുരുഷനും ചെയ്യാത്ത കാര്യം. എൻ്റെ ജീവിതം കൊണ്ട് എന്നും ഞാൻ സുധിക്ക് കടപ്പെട്ടിരിക്കും. രാജ, കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിന് വരാതിരുന്നത് മനഃപൂർവ്വമല്ല. ഞാനതിൻ്റെ കാരണം പറഞ്ഞത് സത്യമാ. അതിന്റെ പേരിൽ ഞങ്ങൾക്കൊരു പരിഭവമില്ല അങ്കിൾ. അല്ല, അഴകേശൻ അവിടെ കാറിൽ നിന്ന് ബാഗൊന്നും എടുത്തില്ലല്ലോ? അത് പിന്നെ എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. ഭാഗ്യം ഇവിടെ നിൽക്കാനാ വന്നത്. അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുധി പോയാ മോളെ തനിച്ചു നിർത്താൻ പറ്റില്ല. ഭാഗ്യം നിന്റെ കൂടെ ഉണ്ടാകും. അതിനുവേണ്ടി അവള് വന്നത്. അച്ഛനെ തനിച്ചാക്കി അമ്മ എന്റെ കൂടെ നിർത്താനോ? അതിന് ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ഒരു കുഞ്ഞിനു വേണ്ടി മോൾ ഈ ത്യാഗം സഹിക്കുമ്പോൾ അച്ഛനും കുറച്ചു കാലം തനിച്ച് ജീവിച്ചാലെന്താ? ഞാനതിന് അമ്മയെ സമ്മതിക്കില്ല. അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആണ്. അമ്മ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവണം. മോളത് പ്രശ്നമായിട്ട് കാണണ്ട. നമ്മൾ നേരിടുന്നത് വലിയൊരു ദൗത്യമാ. അതിനെല്ലാരും സഹകരിക്കണം. അച്ഛൻ മനസ്സിൽ കാണുന്നത് അതൊന്നും അല്ലാന്ന് എനിക്കറിയാം. ആന്റിയുടെ വരവ് അച്ഛനെ തടയണം.